ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രൂണോ എന്ന ജർമ്മൻ യുവാവ് തൻ്റെ അമ്മ നൽകിയ ഒരു കത്തുമായി തൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ഉത്തരങ്ങൾ തേടി ഇസ്രായേലിലേക്ക് പോകുന്നു. അങ്ങനെ പിതാവായ ആൽബർട്ട് ബ്രൂണോയുടെ മുമ്പിൽ എന്ത് സംഭവിച്ചതെന്ന് വിശദീകരിക്കുന്നു. 1940കളുടെ ഗ്രാമപ്രദേശമായ ജർമ്മനിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ആൽബർട്ട് നാടുകടത്തപ്പെട്ട ഒരു ക്രിസ്ത്യൻ ജൂതനാണ്. അതുകൊണ്ട് തന്നെ നാസി പട്ടാളക്കാരുടെ കണ്ണുവെട്ടിച്ച് രാത്രിയിൽ നടക്കുന്നു. ഈ നിമിഷം കർഷകനായ ഫിറ്റ്നസ് ആൽബർട്ടിനെ കാണുകയും പട്ടാളക്കാരിൽ നിന്ന് രക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ വീട്ടിലെത്തിയ ആൽബർട്ടിനെ ഫിറ്റ്സിൻ്റെ ഭാര്യയായ എമ്മ സ്വീകരിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം മുതൽ ആൽബർട്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ആൽബർട്ട് ആ കുടുംബത്തിലെ ഒരു പണിക്കാരനായി മാറിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം പതിവ് പോലെ ഫിക്സിൻ്റെയും എമ്മയുടെയും അടുക്കലേക്ക് ആൽബർട്ട് വരുന്നു. ചെയ്യേണ്ടുന്ന ജോലികളും എമ്മയും ഏൽപ്പിച്ച് ഫിറ്റ്സ് പുറത്തേക്ക് പോകുന്നു. തൻ്റെ ഉറ്റ സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുന്ന ഫിനൻസ് ഈ നിമിഷം തനിക്കൊരു കുട്ടി ഉണ്ടാകത്തില്ലെന്നുള്ള കാര്യം ഓർക്കുകയും അതുമൂലം കൂട്ടുകാരിൽ നിന്ന് പരിഹസനായി വീട്ടിലേക്ക് മടങ്ങുന്നു. തിരികെ എത്തിയ ഫിനൻസ് എമ്മയോടും ആൽബർട്ടിനോടൊപ്പം ആഹാരം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു. ഈ സമയം വീട്ടിൻ്റെ വെളിയിൽ പട്ടാളക്കാരുടെ ഒരു വാഹനം വന്നു നിൽക്കുന്നു. അതിൽ നിന്ന് തൻ്റെ ഉറ്റ സുഹൃത്തായ വാൾട്ടർ വരുന്ന വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം വാൾട്ടർ പോകുന്നു. ഒളിച്ചിരുന്ന ആൽബർട്ട് തിരികെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. അന്നേ ദിവസം രാത്രിയിൽ ഫിനൻസ് ഭാര്യയായ എമ്മയോട് കൂട്ടുകാർ തന്നെ കളിയാക്കിയ കാര്യം പറയുന്നു. അതിനുശേഷം കുട്ടികൾക്ക് വേണ്ടി ഒരു കലാപരിപാടികൾ നടത്തിയെങ്കിലും ആകെ വിഷമത്തിലുള്ള ഫിറ്റ്സിനെ എമ്മ ആശ്വസിപ്പിക്കുന്നു. അടുത്ത ദിവസം രണ്ടും കൽപ്പിച്ച് ഫിറ്റ്സ് ആൽബർട്ടിനോട് ആവശ്യം പറയുന്നു. പുറത്തുപോയി തിരികെ വന്ന എമ്മയോടും തൻ്റെ ഒരു ആഗ്രഹം ഫിനൻസ് പറയുന്നു. ഇത് കേട്ടതും എമ്മ വളരെയധികം ദേഷ്യപ്പെടുന്നു. ഈ കാര്യം ഒരിക്കലും നടക്കത്തില്ല എന്ന് തീർത്തു പറയുന്നു. എന്നാലോ ഭർത്താവിൻ്റെ വിഷമം കണ്ട് എമ്മ അവസാനം വഴങ്ങുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി ആൽബർട്ട് എമ്മയെ സഹായിക്കുവാൻ ഫിറ്റ്സ് പറയുന്നു. അങ്ങനെ ഫിറ്റ്സിൻ്റെ ആവശ്യപ്രകാരം അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ എടുക്കുകയാണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ആൽബർട്ടിനും തൻ്റെ ഭാര്യയായ എമ്മയ്ക്കും ഒരുക്കി കൊടുത്ത് ഫിറ്റ്സ് റൂമിൻ്റെ വെളിയിൽ കാത്തിരിക്കുകയാണ്. അകത്ത് ഒരു മടിയും കൂടാതെ ഫിറ്റ്സിൻ്റെ ആവശ്യം നിറവേറ്റുവാൻ ആൽബർട്ട് ശ്രമിച്ചെങ്കിലും എമ്മയുടെ പെരുമാറ്റത്തിൽ അസ്വസ്ഥനായി ആൽബർട്ട് പുറത്തേക്ക് പോകുന്നു. ആൽബർട്ട് പോകുന്നത് കണ്ട് ഫിറ്റ്സ് റൂമിലേക്ക് മടങ്ങി വരുന്നു. എമ്മയെ നോക്കി അതിവേഗം ആൽബർട്ടിനെ അന്വേഷിച്ചു പോകുന്നു. തൊട്ടടുത്ത ദിവസം ജോലി ആവശ്യത്തിനായി പുറത്തേക്ക് പോകുന്ന ആൽബർട്ടിനെ എമ്മ ശ്രദ്ധിക്കുന്നു. തന്നേക്കാൾ പ്രായം കുറഞ്ഞ ആ ചെറുപ്പക്കാരനെ ആദ്യമായി എമ്മ കാണുന്നത് പോലെ നോക്കുന്നു. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആൽബർട്ട് തൻ്റെ ജോലിക്ക് വേണ്ടി പോകുന്നു. അടുത്ത ദിവസം ഭർത്താവുമായി ഒരു പരിപാടിക്ക് പോകുന്നു. അവിടെ വെച്ച് പട്ടാളക്കാരനായ കൂട്ടുകാരൻ വാൾട്ടറുമായി കുഞ്ഞിൻ്റെ കാര്യത്തിൽ വഴക്കുണ്ടാക്കുന്നു. രാത്രിയായപ്പോൾ വളരെയധികം മദ്യപിച്ച് ഭർത്താവിനെ കൊണ്ട് എമ്മയുടെ റൂമിലേക്ക് ആൽബർട്ട് വരുന്നു. എമ്മയുടെ നന്ദി പറച്ചിലിന് ഒരു ചെറുപുഞ്ചിരിയോടെ ആൽബർട്ട് മറുപടി പറയുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം എമ്മയും ആൽബർട്ടും അവരുടെ ബെഡ്റൂമിലേക്ക് പോയി കാര്യപരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു. എന്നാൽ ഈ നിമിഷം മുതൽ അവർ തമ്മിൽ എന്തെല്ലാമോ ഒരു ഇഷ്ടങ്ങൾക്ക് അടിമപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കാര്യപരിപാടികൾ വളരെയധികം സന്തോഷത്തിലാണ്. ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള അടിക്കടിയുള്ള കാര്യപരിപാടികളിൽ എമ്മ വളരെയധികം സന്തോഷവതിയാണ്. അവൾ മനസ്സുകൊണ്ട് ആൽബർട്ടിനെ ഇഷ്ടപ്പെടുവാൻ തുടങ്ങുന്നു. അങ്ങനെ കുഞ്ഞിനു വേണ്ടിയുള്ള പരിപാടികൾ തകൃതിയായി നടക്കുന്നു. മറുവശത്ത് ഫിക്സ് വളരെയധികം അസ്വസ്ഥനായി കാണപ്പെടുവാൻ തുടങ്ങുന്നു. വല്ലാത്ത കുറ്റബോധവും അസൂയയും അയാൾക്കുണ്ടായി തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം ആൽബർട്ട് ബെഡ്റൂമിലേക്ക് വരുന്നു. സന്തോഷവതിയായ എമ്മ പരിപാടികൾ തകൃതിയായി തുടങ്ങുന്നു. വെളിയിൽ നിൽക്കുന്ന ഭർത്താവ് വാതിലിൻ്റെ വിടവിലൂടെ അകത്തേക്ക് നോക്കുന്നു. അതീവ സന്തോഷവതിയായ എമ്മയെ കണ്ടപ്പോൾ ഫിൻസിൻ്റെ സർവമാന ബലവും ചോർന്നു പോകുന്നു. തൻ്റെ ഭാര്യ ഇത്രയ്ക്ക് സന്തോഷവതിയായി താൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭാര്യ തന്നിൽ നിന്ന് അകന്നു പോകുമോ എന്നൊരു പേടി ഉണ്ടായി തുടങ്ങുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു.
കാര്യപരിപാടികൾ തകൃതിയായി നടക്കുന്നു. അതിൻ്റെ കൂടെ ഫിനിക്സിൻ്റെ പേടിയും അസൂയയും കൂടിക്കൂടി വരുന്നു. അങ്ങനെ ദിവസങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് ആൽബർട്ട് എമയെ ഗർഭിണിയാക്കുന്നു. ഈ സന്തോഷ വാർത്ത ആൽബർട്ടിനെ എമയെ അറിയിക്കുന്നു. ഒരു പുഞ്ചിരിയിൽ അവൻ അത് അവസാനിപ്പിക്കുന്നു. ഭർത്താവ് ഇപ്പോൾ വളരെ സന്തോഷവാനാണ്. അതുകൊണ്ട് തന്നെ ആൽബർട്ടിനോട് നേരിയ തോതിലുള്ള ഇഷ്ടക്കേടുകൾ കാണിക്കാൻ തുടങ്ങുന്നു. സന്തോഷവാനായ ഫിറ്റ്സ് കൂട്ടുകാരോടൊപ്പം മതിവരുവോളം മദ്യപിക്കുന്നു. ആൽബർട്ടിൻ്റെ രഹസ്യം മദ്യലഹരിയിൽ കൂട്ടുകാരനായ വാൾട്ടറിനോട് പറയുന്നു. അടുത്ത ദിവസം ഫിറ്റ്സിൻ്റെ വീട്ടിൽ വെച്ച് പട്ടാളക്കാർ ആൽബർട്ടിനെ പിടികൂടുന്നു. എമ വളരെയധികം വിഷമത്തിലാകുന്നു. എല്ലാം ഒഴിഞ്ഞു എന്ന സന്തോഷത്തിലിരിക്കുന്ന ഫിറ്റ്സിൻ്റെ അടുക്കലേക്ക് ആൽബർട്ട് ജയിൽ മോചിതനായി വരുന്നു. വലിയ പേടിയോടെ ഫിറ്റ്സ് ആൽബർട്ടിനെ സ്വീകരിച്ചു ആഹാരം നൽകുന്നു. എമ സന്തോഷവതിയായി തൻ്റെ ബെഡ്റൂമിൽ ആൽബർട്ടിനെ കാത്തിരിക്കുകയാണ്. എന്നാൽ വന്ന ആൽബർട്ട് ഒന്നും ചെയ്യാതെ വിഷമത്തോടെ റൂമിൽ നിന്നും വീട്ടിൽ നിന്നും പോകുന്നു. തന്നെ ഒരു ആപത്ഘട്ടത്തിൽ സഹായിച്ച സുഹൃത്തിന് തന്നാലാവും വിധം വലിയൊരു സഹായം ചെയ്തതിൻ്റെ സന്തോഷത്തിൽ ആൽബർട്ട് തിരികെ ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകുന്നു. വർഷങ്ങൾക്കു ശേഷം തന്നെ തേടി വന്ന മകനോട് സത്യങ്ങൾ പറഞ്ഞ് ആൽബർട്ട് മടക്കി അയക്കുന്നു. ശുഭം. ഈ വീഡിയോയുടെ പേരും ബാക്കി ഡീറ്റെയിൽസും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ വീഡിയോ മുഴുവനായി കാണുന്നതിന് താഴെ കാണുന്ന ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യൂ. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.